സുഗമോദേവിയിൽ ഇനി കൊടും യുദ്ധം തന്നെ. അത് ആര് തമ്മിൽ? നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും തമ്മിലുള്ള ഒരു യുദ്ധം. നമ്മുടെ സിദ്ധാർത്ഥൻ്റെയും പ്രഭാവതിയുടെയും ആ ഒരു വിവാഹ വാർഷികാഘോഷം നമ്മുടെ ബലരാമനെ ക്ഷണിക്കുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ നമ്മുടെ രജനിയുടെ വിവാഹത്തിൻ്റെ കാര്യവും അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പ്രഭാവതി ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അമ്മയല്ലേ, എന്താ പറയുക, രജനി ആരാണ് കെട്ടുന്നത് എന്നൊന്നും തനിക്ക് അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. തിരിച്ച് നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥനിട്ടും ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബലരാമനോട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, അന്നത്തെ ദിവസത്തിൽ നമുക്ക് നന്ദൻ്റെയും മീരയുടെയും കാര്യം, ഈ കല്യാണ കാര്യം ഒഫീഷ്യലായിട്ട് എല്ലാവരെയും അറിയിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തന്നെ കേട്ടോ. നമ്മുടെ സിദ്ധാർത്ഥൻ മകളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ പ്രഭാവതി നന്ദൻ്റെ കാര്യത്തിൽ. എന്തായാലും ഈ കൊടും യുദ്ധത്തിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്, നമ്മുടെ പ്രഭാവതിയോ സിദ്ധാർത്ഥനോ? നമ്മുടെ നന്ദൻ്റെയും മീരയുടെയും കാര്യത്തിൽ നമ്മുടെ പ്രഭാവതിയുടെ ഉദ്ദേശം എന്തായിരിക്കും ഇനി? എന്തായാലും നമ്മുടെ രജനി ഹാപ്പി ആട്ടോ. രജനിയുടെ കാര്യം ഓക്കെ ആയി. ഇനി നന്ദൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ എന്താ പറയുക വെള്ളത്തിലായിരിക്കുന്നത്. നമ്മുടെ നന്ദൻ്റെ കാര്യം ഇനി നമ്മുടെ മീരയെ കെട്ടേണ്ടി വരുമോ നന്ദന്? നമ്മുടെ പ്രഭാവതിയുടെ ഒരു വാശിക്ക് മുന്നിൽ അടങ്ങേണ്ടി വരുമോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.